ഇരിട്ടി വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളിയിലെ കല്ലറയിൽ അനധികൃതമായി ഒരു മൃതദേഹമെന്ന് സംശയം. ഇത് വലിയ വാർത്തയായി. ഈ പള്ളിയിലെ വികാരി ഫാദർ ജിൻ ബെന്നറ്റ് പോലീസിൽ പരാതി കൊടുത്തു. അച്ഛനൊരു സംശയം, ഈ പള്ളിയിലെ 308 നമ്പർ കുഴിമാടത്തിലെ അല്ലെങ്കിൽ കല്ലറയിലെ 2 മൃതദേഹങ്ങളാണ് അടക്കിയിട്ടുള്ളത്. പള്ളിക്കണക്ക് അങ്ങനെയാണ്. അവിടെ 2006 റോസമ്മ എന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം അടക്കിയിട്ടുണ്ട്. അതിനുശേഷം 2015 ഒരു മൃതദേഹം അടക്കിയിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണമേ അടക്കിയിട്ടുള്ളൂ. ഇപ്പം കല്ലറ തുറന്നപ്പം ഒരു ശവപ്പെട്ടിയോട് ചേർന്ന് ഒരു നീളമുള്ള ഒരു പായി പൊഴിഞ്ഞ് അതെന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹം കാണപ്പെട്ടു. അത് ഏകദേശം നീളത്തിൽ പൊതിഞ്ഞു കെട്ടി ആ കല്ലറയിലെ ശവപ്പെട്ടിയോട് ചേർത്ത് വച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ എന്താണെന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഇത് കണ്ടിട്ട് അവിടുത്തെ വികാരി, ഉണ്ണിമിശിഹ പള്ളിയിലെ വികാരി വാണിയപ്പാറയിലെ അവിടുത്തെ പോലീസിനെ അറിയിച്ചു. പോലീസ് നടപടിയെടുക്കാതെ ഒരാഴ്ച കൊണ്ട് മാറി നിൽക്കുകയാണ്. എന്താ പോലീസ് ഭയപ്പെട്ടോ? ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യാത്ത SHO ആയിരിക്കാം അവിടെ. ഏതായാലും പോലീസ് ഇതിനകത്ത് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തില്ല. അറിവില്ലാഞ്ഞിട്ടാണോ എന്താണ് അതിലേക്ക് നടപടിയെടുക്കാത്തതെന്നാണ് എനിക്ക് സംശയം. ഒരു പള്ളിയിലെ ശവക്കോട്ടയിലെ ആരും അനധികൃതമായി കയറാൻ പാടില്ല, കുറ്റകരമാണ്. ഇന്ത്യയിൽ 295 IPC പ്രകാരം 1 വർഷത്തെ തടവാണ് അനാദരവ് കാണിച്ചാൽ. അതിൽ ശവക്കോട്ടന് അനധികൃതമായി ആര് കയ്യേറിയാലും അതിന് ശിക്ഷയുണ്ട്. 297 പ്രകാരം അനാദരവ് പള്ളിയോടും ശവക്കോട്ടയോടും അവിടെ ശവം അടക്കി ആ ശവക്കോട്ടയിൽ നിദ്രയിൽ കിടക്കുന്ന അല്ലെങ്കിൽ മരണത്തിൽ അവിടെ കുഴിച്ചിട്ടിരിക്കുന്ന ഡെഡ് ബോഡിയോടുള്ള അനാദരവ്. അപ്പോൾ അതുകൊണ്ടാണോ ഈ പോലീസ് അല്പം മടിച്ചു നിൽക്കുന്നത് എന്നറിയില്ല. പക്ഷേ അതിൽ അവിടുത്തെ SHOയുടെ ഉത്തരവാദിത്വം നിറവേറിയില്ല. കാരണം അവിടുത്തെ പള്ളിയിലെ അച്ഛനാണ് ഇങ്ങനെ ഒരു സംശയം പറഞ്ഞ് എഴുതി കൊടുത്തിരിക്കുന്നത്. പോലീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് നോക്കണം. ഇതൊരു സോഷ്യൽ മീഡിയയിൽ വന്ന ആ മൃതദേഹം അല്ലെങ്കിൽ ആ ശവക്കല്ലറയുടെ ഒരു പടമാണ് ഏറ്റവും വിവാദമായി വന്നിരിക്കുന്നത്. ഈ പള്ളിയുടെ കല്ലറ അച്ഛൻ തുറന്നു നോക്കിയപ്പം അവിടുത്തെ ശവപ്പെട്ടിയുടെ സൈഡിലെ ഒരു പൊതിക്കെട്ട് ഒരു പായിൽ പൊതിഞ്ഞു കെട്ടിയ മൃതദേഹമാകാൻ സാധ്യതയുണ്ട്. അത് 5-6 അടി നീളത്തിൽ പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ പള്ളിയിലെ കല്ലറയിലെ ഇങ്ങനൊരു കെട്ട് വരാറില്ല. കാരണം അതിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ട് സിമെൻ്റ് ഇട്ട് വെക്കുന്നതാണ്. ക്രിസ്ത്യൻ പള്ളികളിൽ, പ്രത്യേകിച്ച് നസ്രാണി പള്ളികളിൽ അവിടെ പായിൽ പൊതിഞ്ഞ അല്ലെങ്കിൽ തുണിയിൽ പൊതിഞ്ഞ ഒരു മൃതദേഹവും അടക്കാറില്ല. നസ്രാണി പള്ളികളിലെ സാധാരണഗതിയിൽ അവിടെ പാവപ്പെട്ടവരാണെങ്കിൽ ഒരു ശവപ്പെട്ടി വാങ്ങാൻ കഴിവില്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരും പള്ളിയിലെ അച്ഛനും കൂടെ ചേർന്ന് ശവപ്പെട്ടി വാങ്ങിച്ചു കൊടുക്കും. ശവപ്പെട്ടിയിലാണ് സാധാരണ ക്രിസ്ത്യൻ പള്ളികളിൽ, പ്രത്യേകിച്ച് നസ്രാണി പള്ളിയിൽ ശവം അടക്കുന്നത്. ഒരിക്കലും ഒരു തുണി പൊതിഞ്ഞു കെട്ടിയ ഒരു ശവം, ഒരു ഡെഡ് ബോഡി അവിടെ കൊണ്ടുവരില്ല. അവർ വീട്ടിൽ നിന്ന് പ്രാർത്ഥനയോടെ എടുക്കുമ്പം തന്നെ ശവപ്പെട്ടി അവിടെ പള്ളി വകയോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരെയോ അവരുടെ ചെലവിൽ ആ വീട്ടിലെത്തിച്ചിരിക്കും. അതിലാണ് അടക്കുന്നത്. ഇവിടെ ഇപ്പം പരിശോധിച്ചപ്പം 2006 അടക്കിയത് ഒരു റോസമ്മ എന്ന ഒരു സ്ത്രീയെയാണ്. വാണിയമ്പാറ പള്ളി ഇടവകയിലുള്ള റോസമ്മയുടെയാണ്. ഏകദേശം 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. 20 വർഷം കഴിയുമ്പം ആ റോസമ്മയുടെ മൃതദേഹം ജീർണിച്ചു പോയിട്ടുണ്ടാവാം. പിന്നെ ആ പെട്ടിയും ജീർണിച്ചു പോയിട്ടുണ്ടാവാം. കാരണം 20 വർഷം കഴിഞ്ഞു. 2015 രണ്ടാമത്തെ മൃതദേഹം അവിടെ കല്ലറയിൽ അടക്കിയിരിക്കുന്നത്.
പള്ളിക്കണക്കിൽ അങ്ങനെയാണ് കാണുന്നത്. അതിന് നമ്പർ മാറുന്നതോ ഒന്നും പ്രശ്നമല്ല. ആ കല്ലറ ഏത് നമ്പരായാലും ശരി, അവിടെ 2 എണ്ണേ അടക്കിയിട്ടുള്ളൂ. ആ കല്ലറയിൽ രണ്ടാമത് അടക്കിയിട്ട് 2015 അടക്കുമ്പോൾ 11 വർഷം കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ മൃതദേഹം അത് ജീർണിച്ച് ആ പെട്ടിക്കകത്ത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നാലും അത്യാവശ്യം സ്കെലിറ്റൻ അസ്ഥികൾ കാണാം. ആ പെട്ടിയും ഏകദേശം ജീർണിച്ചിട്ടുണ്ടാവും, പക്ഷെ പെട്ടി അതുപോലെ കാണുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ആ പായൽ തീർത്ത ആ കെട്ട്, അതൊരു റീസെൻറ്റ് കെട്ടായിട്ടാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. അത് വലിയ പഴക്കമില്ല. ആ കെട്ടും അതിൻ്റെ ആ പൊതിച്ചിലും എല്ലാം നോക്കുമ്പം അത് കാലങ്ങളെടുത്തിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ പെട്ടിയുടെ അകത്ത് മൃതദേഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ, അതും ജീർണിച്ച് ഏകദേശം 11 വർഷം പഴക്കമുണ്ട്. ഇങ്ങനെ ഒരു പരാതി ലഭിച്ചാൽ ഒരു സബ് ഇൻസ്പെക്ടർ എന്താണ് ചെയ്യേണ്ടത്? ആ പള്ളിയിലെ അച്ഛൻ്റെ പരാതി സ്വീകരിക്കുക, അതവിടെ രജിസ്റ്റർ ചെയ്യുക. പെറ്റീഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പോലീസ് സ്റ്റേഷനിൽ, അതിൽ രജിസ്റ്റർ ചെയ്യണം. ഒരു നമ്പർ വീഴും. ജനറൽ ഡയറിയിൽ ആ പെറ്റീഷൻ രജിസ്റ്റർ ചെയ്ത നമ്പരും ഇങ്ങനെ വന്ന് പള്ളിയിലെ അച്ഛൻ പരാതിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് GDയിൽ എൻട്രി ചെയ്യണം. GDയിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പള്ളിയിലെ അച്ഛൻ്റെയും നാട്ടുകാരുടെയും പള്ളി കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ സാന്നിധ്യത്തിൽ ഈ കല്ലറയ്ക്കകത്തുനിന്ന് ആ കെട്ട് വെളിയിലെടുത്ത് വെക്കുക, തുറന്നു നോക്കുക. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒന്നുമില്ല. ആരെങ്കിലും അച്ഛനെ പറ്റിക്കാൻ വെച്ചതാണെങ്കിൽ ഒരു നടപടിയും വേണ്ട. അതിനകത്ത് ഒരു മൃതദേഹാവശിഷ്ടം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉടൻ തന്നെ ആ SHO ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. പഞ്ചായത്തുകാരുടെ സാന്നിധ്യത്തിൽ അത് 4 പഞ്ചായത്തുകാരെ, പ്രത്യേകിച്ച് അച്ഛൻ്റെയും ആ പള്ളി കമ്മിറ്റിക്കാരൻ്റെയും അവിടുത്തെ കപ്പ്യാരുടെയും പിന്നെ നാട്ടുകാരായ ഒരാളുടെയും, പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ നല്ലത്, അവരുടെ സാന്നിധ്യത്തിൽ 4 പേരെ ചോദ്യം ചെയ്ത് അവർ ഈ കണ്ട വിവരത്തിന് അവരെ നോട്ട് എഴുതി ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം ഇത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. ഈ പൊതി അഴിച്ചു നോക്കുമ്പം ഒരു ബോഡി ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 174 അനുസരിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണം. 174 അത് ബോഡി ആണെങ്കിൽ അൺക്ലെയിംഡ് ആണ്, അൺഐഡൻറ്റിഫൈഡ് ആണ്. അപ്പം 174 അനുസരിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ FIR RDOയ്ക്ക് കൊടുക്കുക. അതിനുശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കുക, പോസ്റ്റ്മോർട്ടത്തിന് അയക്കുക. പോസ്റ്റ്മോർട്ടത്തിൽ തീർച്ചയായിട്ടും ആ ഡോക്ടറെ അടുത്ത് എഴുതി കൊടുക്കണം, ഇതിൻ്റെ DNA പരിശോധന ചെയ്യണം. അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം ജീർണിച്ച് അത് എന്തെങ്കിലും അംശങ്ങളുണ്ടെങ്കിൽ ആ അംശങ്ങൾ വേണം എടുത്തു വെക്കണം. സ്കെലിറ്റൻ്റെ സാമ്പിൾ എടുത്തു വെക്കണം. ശരീരത്തിലെ അവയവങ്ങളുടെ ജീർണിച്ചതാണെങ്കിലും സാമ്പിൾ എടുത്തു വെക്കണം. കാരണം ഇൻഡസ്റ്റൈൻ്റെയോ അല്ലെങ്കിൽ സ്റ്റൊമക്കിൻ്റെയോ അംശങ്ങൾ ചീഞ്ഞഴുകി അതിനകത്തുണ്ടെങ്കിൽ അതും എടുത്തു വെക്കണം. കാരണം പോയിസൺ ഉണ്ടോ, ശരീരത്തിൽ പോയിസൺ കയറിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് മെയിലാണോ ഫീമെയിലാണോ എന്ന് ഡെഡ് ബോഡിയെ നോക്കി ഏകദേശമൊക്കെ അറിയാൻ പറ്റിയേക്കും. അത് പോലീസും നാട്ടുകാർക്കും മനസ്സിലാകണം. അത് തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടത്തിൽ ആ ഡോക്ടർ പറയും മെയിലാണോ ഫീമെയിലാണോ. ഇപ്പോൾ 2006 മൃതദേഹത്തിൻ്റെ അവശിഷ്ടമൊന്നും കാണാൻ സാധ്യതയില്ല. 2015 അടക്കിയതിൻ്റെ അവശിഷ്ടത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുതിയ മൃതദേഹം അതിന് ഈ രീതിയിലുള്ള ഫോർമാലിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇപ്പം സിജോ സക്രിയ എന്നൊരാൾ, അയാൾ വെലങ്ങാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ആളാണ്. അയാളെ കാണാതെ പോയെന്ന് പറയുന്നത് 2014 ഇത് 2015 ഡെഡ് ബോഡി അവിടെ അടക്കിയിട്ടുണ്ട്. അന്നേരം അവിടെ വേറെ മൃതദേഹമൊന്നുമില്ല. അപ്പോൾ സിജോ സക്രിയ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. 2014 ആരും മരിച്ചെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇത് മെയിലാണോ ഫീമെയിലാണോ പുരുഷനാണോ സ്ത്രീയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സിജോ സക്രിയയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്
കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയായ സിജോ സക്രിയയ്ക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ആണ് ഒരു കേസ് മിസ്സിംഗ് എന്നുള്ള കേസ് എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇപ്പം ഇവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാർ, ഇയാൾ ഒരു നല്ല മദ്യപാനിയായിരുന്നു സിജോ സക്രിയ. അയാളുടെ നാട്ടിൽ നിന്ന് ഭാര്യ വീട്ടിൽ വാണിയംപാറയിലെത്തി. അവിടെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് ഇയാൾ മിസ്സിംഗ് ആയെന്ന് പറഞ്ഞത്. അതോ എന്തായാലും അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കല്ലറയുടെ മുകളിൽ സാധാരണഗതിയിൽ 2 സ്ലാബ് അല്ലെങ്കിൽ 3 സ്ലാബ് ഉണ്ടാവും. അത് നല്ല വെയിറ്റുള്ള സ്ലാബാണ്. അതിൻ്റെ ചുറ്റുവട്ടത്തിൽ കോൺക്രീറ്റ് സിമൻറ്റ് കുഴച്ച് തേക്കും. ചില പള്ളികളിൽ ഈ ശവപ്പെട്ടിക്കുള്ളിൽ മൃതദേഹമാണെങ്കിലും അതിനകത്ത് സാധാരണ മണ്ണ് നിറയ്ക്കും. ചില പള്ളിയിൽ പെട്ടെന്ന് അഴുകിപ്പോകാൻ വേണ്ടിയിട്ടാണ് ആ മണ്ണ് നിറയ്ക്കുന്നത്. പക്ഷെ ഇവിടെ മണ്ണ് നിറച്ച ലക്ഷണങ്ങളൊന്നുമില്ല. ചില പള്ളികളിൽ ചെയ്യാറില്ല. അത് കല്ലറയ്ക്കുള്ളിൽ ഇറക്കി കയറ് കെട്ടി ഇറക്കി വെച്ച ശേഷം അതിൻ്റെ മുകളിലെ സ്ലാബ് ഇടുകയാണ് പതിവ്. സ്ലാബിൻ്റെ ചുറ്റും വീഴ്ചകളും മറ്റൊന്നും കയറാതിരിക്കാനായിട്ട് ചുറ്റും അത് സിമൻറ്റ് തേച്ച് അതിനകത്ത് എയർ ഹോൾസ് ഒന്നും ഇല്ലാതെ അതിന് ചുറ്റുവട്ടം അവർ സിമൻറ്റ് തേച്ച് അടച്ചു കളയും. ഇവിടെ ആ കല്ലറയിലെ മണ്ണ് ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നേരത്തെ ചില പള്ളികളിലൊക്കെ ഇങ്ങനെ മണ്ണിടുന്നതും കണ്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്ത ശേഷം പോലീസ് അന്വേഷിക്കണം. അതിനുശേഷം DNA ലഭിച്ചു കഴിഞ്ഞാൽ മിസ്സായ സിജോ സക്രിയയുടെ വീട്ടുകാർ ഉണ്ട്, അവരുടെ DNA കമ്പയർ ചെയ്യാൻ പറ്റും. ആ ബോഡി ഈ ബോഡിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കഴിക്കാൻ പറ്റും. എത്ര നാളത്തെ പഴക്കമുണ്ടെന്ന് പഞ്ചായത്തുകാർക്കും പള്ളിക്കാർക്കും അച്ഛനും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ അറിയാൻ പറ്റും. പിന്നെ ആ ജീർണിച്ച മൃതദേഹമാണെങ്കിൽ അതിലൊരു ഡ്രസ്സ് ഉണ്ടാവുമല്ലോ. ആ ഡ്രസ്സും അഴുകി അല്ലെങ്കിൽ ജീർണിച്ച് കംപ്ലീറ്റ് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കണ്ടാൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കേണ്ടി വരും. അത് ഏതായാലും അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ പോലീസ് കസ്റ്റഡിയിലാക്കും. ആ വേഷം കണ്ടാൽ മിസ്സായ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവർക്കത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. എന്തായാലും ഈ ഒരു സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്. പോലീസ് കേസെടുക്കാൻ ഇതുവരെ അമാന്തിച്ചു. അത് ശവക്കോട്ടയിൽ കയറുന്നതിന് മടിച്ചിട്ടായിരിക്കാം. പള്ളിയിലെ ഒരു പുണ്യഭൂമിയായി കരുതുന്ന സ്ഥലത്ത് അതിക്രമിച്ച് കയറിയ ഇന്ത്യൻ പീനൽ കോഡിലൊക്കെ ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. എന്തോ പോലീസ് അതിന് അല്പസ്വല്പം അമാന്തം കാണിച്ചിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. DGPയും ആഭ്യന്തരമന്ത്രിയും അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് ആ പള്ളിയിലെ വികാരിയുടെ മൊഴി വാങ്ങിച്ച് കേസെടുക്കണമെങ്കിൽ എടുക്കാം. തൽക്കാലം ആ ബോഡി എന്ന് പറയുന്ന ആ കെട്ട് വെളിയിൽ കൊണ്ടുവന്ന് അഴിച്ചു നോക്കുക എത്രയും പെട്ടെന്ന്. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മനുഷ്യ ശരീരമാണെന്ന് ബോധ്യം വന്നാൽ കേസെടുക്കാം. അങ്ങനെ കേസെടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രഥമ ദൃഷ്ടിയെ തന്നെ അതൊരു മനുഷ്യ ശരീരമാണെങ്കിൽ ഒന്നും അമാന്തിക്കേണ്ട കാര്യമില്ല. 174 CRPC പേർ അന്നേരം കേസെടുക്കുക എന്നുള്ളൂ. തലശ്ശേരി അതിരൂപതയിലാണ് വിലങ്ങാട് എന്ന സ്ഥലം. ഇയാൾ വിലങ്ങാടുകാരനാണ്. ഈ രൂപതയിൽ നിന്നും വാണിയംപാറയിലേക്ക് അയാൾ പോയതാണ്. വാണിയംപാറയിലാണ് അയാളുടെ ഭാര്യ വീട്. അപ്പം അയാളെ കാണാതെ പോയ 2014 എന്ന് പറയുന്നു. ചില വാർത്തകൾ വന്ന് 2020 കാണാതെ പോയത്. അയാളെ മർദ്ദിച്ചതിനെപ്പറ്റി ഒരു പെറ്റീഷനും കണ്ട് അവിടെ കൊടുത്തിട്ടുമുണ്ട് പോലീസ് സ്റ്റേഷനിൽ. എന്തായാലും ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊരു ഡെഡ് ബോഡി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് സിജോ സക്രിയയാണോ അതോ വേറെ ആരെങ്കിലും ആണോ? കാരണം വലിയ ക്രിമിനലുകൾ പലരും ഇതുപോലെ പല പള്ളികളുടെയും ശവക്കല്ലറയിൽ ഇതുപോലെ കൊന്നിട്ട് ഡെഡ് ബോഡി വെച്ച ചരിത്രങ്ങൾ ധാരാളം ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ആരെങ്കിലും ചെയ്തതാണോ ഈ ഒരു പ്രവൃത്തി? വേറൊരാളുടെ മൃതദേഹമാണോ? പലരും കേരളത്തിൽ കാണാതെ പോയിട്ടുണ്ട്. എത്രയോ പേര് മിസ്സിംഗ് ആയിരിക്കുന്നു കേരളത്തിൽ. അതൊന്ന് അൺട്രേസ്ഡായിട്ട് ധാരാളം കേസുകൾ കേട്ടിട്ടുണ്ട്. ഏതായാലും പായയിൽ പൊതിഞ്ഞതാണ് എന്നാണ് പ്രഥമ ദൃഷ്ടിയ മനസ്സിലാകുന്നത്. അത് അഴിച്ചു കഴിയുമ്പം ആ പായ എവിടെ ലഭിക്കും? അങ്ങനത്തെ പായ, അത് കെട്ടിരിക്കുന്ന വള്ളികൾ, അതിനൊക്കെ പ്രാധാന്യമുണ്ട്. ഇയാളുടെ വേഷം, അതിനകത്ത് ഒരു മൃതദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേഷം, ചെരുപ്പുണ്ടായിരുന്നോ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത്. കാരണം അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നിക്ഷേപിക്കാനാണ് സാധ്യത. വാച്ചോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ആരും സൂക്ഷിക്കത്തില്ല. അതൊക്കെ തെളിവാകും. കാരണം ഇതുപോലെ കല്ലറയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച ഒരു മൃതദേഹമാണെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനോടൊപ്പം തന്നെ വെക്കാനാണ് സാധ്യത. എന്തായാലും
പോലീസ് അടിയന്തരമായിട്ട് നടപടി എടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. DGP മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ. ഇതിനകത്തൊന്നും അമാന്തിക്കരുത്. പള്ളിയിലെ അച്ഛൻ തന്നെ രംഗത്ത് കേസെടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. ആ പള്ളിയിലെ ചില കമ്മിറ്റിക്കാർ, കപ്പ്യാർ ഉൾപ്പെടെയുള്ളവർ അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയില്ല. അത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അതിൻ്റെ അകത്ത് ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടി വരും. കാരണം ഒരു പള്ളിയിൽ ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വികാരി അച്ഛൻ അത് തുറന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ എന്തിനാണ് പള്ളി കമ്മിറ്റിക്കാരും മറ്റവരും അമാന്തിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് അത് അമാന്തിക്കുന്നത്? അതിനകത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നേ പറയാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായി ഈ കെട്ട് വെളിയിലെടുക്കുക, തുറന്നു നോക്കുക. അത് മനുഷ്യ ശരീരമാണെങ്കിൽ കേസെടുത്ത് മുന്നോട്ട് പോവുക.